Hey, this is me, Casac Benjali. നിങ്ങളൊരു മികച്ച സെയിൽസ്മാൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ ടീമിൻ്റെ സെയിൽസ് പ്രൊഡക്ടിവിറ്റി ഏറ്റവും മികച്ച രീതിയിൽ ഉയർത്തിക്കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട 9 പോയിന്റുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്ന പോയിന്റാണ്. നമ്പർ 1, എബിലിറ്റി ടു ബൂസ്റ്റ് ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് കസ്റ്റമർ. നിങ്ങളൊരു സെയിൽസ്മാൻ ആണെങ്കിലും ഓൺട്രപ്രണർ ആണെങ്കിലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുള്ള ആളാണ്, നിങ്ങൾ സെൽഫ് എംപ്ലോയി ആണ്, ആരാവട്ടെ, നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ, ഒരു സർവീസ് വിൽക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന സ്കില്ലെന്ന് പറയുന്നത്, ആദ്യം ഉണ്ടായിരിക്കേണ്ട സ്കില്ലെന്ന് പറയുന്നത് നിങ്ങളുടെ കസ്റ്റമറുടെ ഇമോഷണൽ സ്റ്റേറ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കസ്റ്റമർ പല ഇമോഷണൽ സ്റ്റേറ്റിലായിരിക്കും. അയാൾ പക്ഷേ ആ ഇമോഷനിൽ നിന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വളരെ സന്തോഷം നിറഞ്ഞ വാവ് ഫീലിലേക്ക് എത്തുമ്പോഴേ നിങ്ങളുടെ പ്രോഡക്റ്റിന് വേണ്ടി കാശ് മുടക്കിയിട്ടാണ് വാങ്ങത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റുമായി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത്, പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ ഒരു വാവ് ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ അയാളുടെ സ്റ്റേറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവാണ് നിങ്ങൾക്ക് ഒന്നാമതായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെയോ രണ്ടാമത്തെ സ്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറിൽ ഇപ്പം തന്നെ വാങ്ങണം, ഇതിപ്പം തന്നെ വാങ്ങണം എന്നുള്ള ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പോഴാണ് അയാൾ കസ്റ്റമർ ആവുള്ളൂ. കാരണം ചില സ്ഥലത്ത് നമ്മൾ പോകുമ്പോൾ, ചില പ്രോഡക്റ്റ് കാണാൻ പോകുമ്പോൾ, ചില മോളിൽ പോകുമ്പോൾ, ചില സെയിൽസ്മാൻമാർ നമ്മളടുത്ത് വരുന്ന സമയത്ത് ഒരാവശ്യമില്ലെങ്കിൽ പോലും നമ്മൾ ഇതിപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് എന്തോ നഷ്ടപ്പെടുമെന്ന തോന്നലിനകത്ത് നമ്മളത് വാങ്ങിച്ചിട്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുക, ഞാനിപ്പോൾ ഇത് എന്തിനാ വാങ്ങിച്ചേ എന്ന് തോന്നാറുണ്ട്. ഞാൻ പറയുന്നത് ആവശ്യമില്ലാത്ത സാധനം ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വിൽക്കണം എന്നല്ല. കസ്റ്റമർക്ക് ഉപകാരമുള്ള സാധനമേ വിൽക്കാൻ പാടുള്ളൂ. പക്ഷെ അത് വാങ്ങണമെങ്കിലും ഇപ്പോൾ നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ ഇത് വലിയ നഷ്ടമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ചിലപ്പോൾ ഓഫറായിരിക്കും, സാർ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഓഫറിന് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല എന്നൊരു ഫീൽ വരുമ്പോൾ അയ്യോ ഇപ്പോൾ വാങ്ങിച്ചില്ലെങ്കിൽ നമുക്ക് ഇത്രയും പൈസ നഷ്ടമാകും എന്നുള്ള തോന്നൽ നമ്മളൊരു കസ്റ്റമർ ആക്കും. അങ്ങനെ നിങ്ങളുടെ കസ്റ്റമറിൽ അർജൻസി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും ഇമോഷനിലൂടെ ഒരു അർജന്റ് ഇപ്പം തന്നെ വാങ്ങണം എനിക്ക് എന്ന തോന്നൽ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് നമ്പർ 2. ആൻഡ് നമ്പർ 3, ക്രിയേറ്റ് എവർ ലാസ്റ്റിംഗ് ട്രസ്റ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് സെയിൽസിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നത് പ്രൊഡക്റ്റും കമ്പനിയൊന്നും കണ്ടിട്ടല്ല, സെയിൽസ്മാനിലുള്ള വിശ്വാസം, സെയിൽസ്മാൻ്റെ പെരുമാറ്റം, അയാളുടെ വാക്കുകളുടെ സത്യസന്ധത, അയാളുടെ പുഞ്ചിരി, അയാളുടെ പെരുമാറ്റം, അയാളുടെ ഡ്രസ്സിങ്, അയാളുടെ വേ ഓഫ് ടോക്കിംഗ്, അയാളുടെ പ്രസൻറ്റേഷൻ, ഇതെല്ലാം കാണുമ്പോൾ ആ സെയിൽസ്മാനോട് ഉണ്ടാകുന്നൊരു ഫീൽ, ഒരു വിശ്വസ്തത, ഒരു സത്യസന്ധത, അത് എക്കാലവും നിങ്ങൾ നിലനിർത്തണം. അത് എപ്പോഴാണോ നഷ്ടപ്പെടുന്നത് പിന്നീട് ഒരിക്കലും നിങ്ങൾക്ക് കസ്റ്റമറെ കിട്ടില്ല. അപ്പോൾ ആ സത്യസന്ധത, ആ ട്രസ്റ്റാണ് നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂള്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആവശ്യത്തിന് സംസാരിക്കുക, നല്ല ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക, നല്ല രീതിയിൽ കേൾക്കാൻ പഠിക്കുക. ഇങ്ങനെ ഏറ്റവും മികച്ചൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അത് സത്യസന്ധത തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കസ്റ്റമറോട് പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ, കാണിക്കുന്നതായ കാര്യങ്ങളൊക്കെ സത്യസന്ധമായിരിക്കുക. ആ കസ്റ്റമർക്ക് ഉപകാരമുള്ളത് മാത്രമേ വിൽക്കാൻ പാടുള്ളൂ. അങ്ങനെയാണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അയാൾ എന്നും നിങ്ങളോട് ആ ട്രസ്റ്റ് ഉണ്ടാകും. നിങ്ങൾക്ക് പിന്നെയും അയാൾ നിങ്ങളുടെ കസ്റ്റമറായി വരികയും ചെയ്യും. സോ നമ്പർ 3, ക്രിയേറ്റിംഗ് എവർ ലാസ്റ്റിംഗ് ട്രസ്റ്റ്. എന്നും നിലനിൽക്കുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു സെയിൽസ്മാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ്. ആൻഡ് നമ്പർ 4, ബി റെഡി ടു ലിസൺ. സെയിൽസ് എന്ന് പറഞ്ഞാൽ പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് കുറേ അങ്ങോട്ട് ഡയലോഗ് അടിക്കുക, കുറേ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. സെയിൽസ്മാൻ അല്ല സംസാരിക്കുന്നത്. സെയിൽസ്മാൻ ഒരു 20% ഒക്കെ സംസാരിക്കാൻ പാടുള്ളൂ. 10% ആണെങ്കിൽ അത്രയും നല്ലത്. കാരണം സെയിൽസ്മാൻ എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളായിരിക്കണം. എന്നിട്ട് ആ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം കസ്റ്റമർക്ക് പറയാനുള്ളത് ശാന്തവും സ്വസ്ഥവുമായിട്ട് കേട്ടിരിക്കലാണ് ആരുടെ ഉത്തരവാദിത്തം? ഒരു സെയിൽസ്മാൻ്റെ ഉത്തരവാദിത്തം. ആ ലിസണിങ് കപ്പാസിറ്റിയാണ് അയാളുടെ പെയിൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുക. അയാളുടെ പ്രശ്നം, അയാൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ, അയാളുടെ ചുറ്റുപാടുകളെക്കുറിച്ച്, അയാളുടെ ഫാമിലിയെക്കുറിച്ച്, അയാളുടെ ബിസിനസ്സിനെക്കുറിച്ച്, അയാളുടെ സ്വപ്നത്തെക്കുറിച്ച്, അയാളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ പ്രേരിപ്പിക്കൽ നിങ്ങൾക്ക് മികച്ച ചോദ്യം ചോദിക്കാനുള്ള കഴിവും അയാളെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് കേൾക്കാനുള്ള കഴിവും. ആ കേൾവിക്കാരനാകാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് നമ്മളോട് ട്രസ്റ്റ് വരും. നമ്മളെ ഇഷ്ടത്തോട് കൂട്ടിയിട്ടുള്ള കേൾക്കാൻ അയാൾ താല്പര്യം കാണിക്കുന്ന ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ നമ്പർ 5, മാനേജ് യുവർ ടൈം. ഒരു സെയിൽസ് മീറ്റിങ്ങിനകത്ത് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ സെയിൽസ് മീറ്റിങ്ങിന് എത്താമെന്ന് പറഞ്ഞ സമയത്ത്, പ്രൊഡക്റ്റ് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്, ഒരു കസ്റ്റമറുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത്, ഇതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ളൊരു ടൈം ബൗണ്ടറി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ് 9:58 എത്തിയിരിക്കണം. നിങ്ങൾ ഒരു പ്രസൻറ്റേഷന് പോകും. നിങ്ങൾക്കറിയാം ഒരു കസ്റ്റമറുടെ അടുത്ത് നിങ്ങൾക്ക് ഒരു ഡയറക്റ്റ് സെയിൽസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം 10 പേരൊക്കെ മാക്സിമം കാണാൻ പറ്റുള്ളൂ. ഒരാളുടെ അടുത്ത് 1 മണിക്കൂറാണ് സമയം എടുക്കുന്നതെങ്കിൽ 10 മണിക്കൂർ വേണം 10 പേരെ ക്ലോസ് ചെയ്യാൻ. ട്രാവലിംഗ് ടൈം വേറെ തന്നെ കാണാം. അപ്പോൾ നിങ്ങളൊരു 20 മിനിറ്റാണ് സമയം സ്പെൻഡ് ചെയ്തെങ്കിൽ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കണം. ആദ്യത്തെ 5 മിനിറ്റിൽ ഇന്ന കാര്യം നടക്കണം, ആദ്യത്തെ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇന്ന കാര്യം നടക്കണം, 15ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും അയാൾ കൺവിൻസ്ഡ് ആയിരിക്കണം, 20ാമത്തെ മിനിറ്റിൽ എൻ്റെ പോക്കറ്റിൽ ചെക്ക്
ചെക്ക് കിട്ടിയിരിക്കണം. ഈ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ആ കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള ടൈം കീപ്പ് ചെയ്യാനുള്ള മാനേജ്മെൻറ്റ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സമയം പാലിക്കുന്നിടത്ത് മീറ്റിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുള്ള ഓരോ ഡിസ്കഷനും ഓരോ രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പാലിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ യു വിൽ ബിക്കം സൂപ്പർ സക്സസ് ഇൻ സെയിൽസ്. ദിസ് ഇസ് ദ നമ്പർ 1 way to master the skill of sales. And number 6, identify the man. മാൻ എന്ന് പറയുന്നത് സെയിൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. നമ്മൾ എല്ലാവരെയും പോയി കാണാൻ പാടില്ല, എല്ലാവർക്കും പ്രൊഡക്റ്റ് വിൽക്കാൻ പാടില്ല. ഒരാളുടെ അടുത്ത് പോകുന്നതിന് മുമ്പ്, ഒരാളുടെ അടുത്ത് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ഒരാളുടെ അടുത്ത് മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ അയാളുടെ കയ്യിൽ ഉണ്ടോ എന്ന് നോക്കണം. ഒന്നാമത്താണ് മണി. അയാൾക്ക് ബൈയിങ് കപ്പാസിറ്റി ഉണ്ടോ? ഇനിയിപ്പോൾ അയാളുടെ പോക്കറ്റിൽ കാശ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ അയാളുടെ അക്കൗണ്ടിൽ കാശ് വേണമെന്നും നിർബന്ധമൊന്നുമില്ല. അയാളുടെ കയ്യിലൊന്നുകിൽ കാശ് വേണം, അല്ലെങ്കിൽ കാശ് അറേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി. അത് ലോണിലൂടെ ആവാം, അല്ലെങ്കിൽ കടം വാങ്ങിച്ചിട്ടാകാം, മറ്റുള്ള കൂട്ടുകാരുടെ അടുത്തുനിന്ന് റോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ആവാം. പക്ഷെ അയാളുടെ കയ്യിൽ അയാൾക്ക് ക്യാഷ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. നമ്മൾ അവിടെ പോയി പ്രസൻറ്റ് ചെയ്തു, എല്ലാ ഡാൻസും എല്ലാ കസരത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കണം, എന്നാൽ പിന്നെ പ്രൊഡക്റ്റ് എടുക്കുകയല്ലേ, ചെക്കാണോ ക്യാഷാണോ ചോദിക്കുന്ന സമയത്ത് ക്യാഷോ, അയ്യോ ഇത്രയും കാശൊന്നും എൻ്റെ കയ്യിലില്ല, അയ്യോ ഇത്ര കാശൊന്നും വാങ്ങാൻ പറ്റില്ല. കടം വാങ്ങിക്കാൻ പറ്റുമോ? അയ്യോ കടമൊന്നും എനിക്ക് കിട്ടില്ല, ലോണോ, എനിക്ക് സിബിൽ സ്കോർ ഇല്ല, എനിക്ക് ഒരാളും കടം തരൂല എന്നുള്ള അവസ്ഥയാണെങ്കിൽ നിങ്ങൾ പോയത് വെറുതെ, പ്രസൻറ്റ് ചെയ്ത് വെറുതെ, എല്ലാം വെറുതെയാവും. സോ അതുകൊണ്ട് തന്നെ മണിയുള്ള ആളുടെ അടുത്തേ പോകാൻ പാടും. രണ്ടാമതാണ് അതോറിറ്റി, ഡിസിഷൻ മേക്കിംഗ് സ്കിൽ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കസ്റ്റമറെ കാണാൻ പോകുന്ന സമയത്ത് അയാൾക്ക് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസിഷൻ മേക്കർ അവിടെ പ്രസൻ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ഇത് തന്നെ സംഭവിക്കാം, നിങ്ങൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് പ്രസൻറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ചോദിക്കുന്ന സമയത്ത് കസ്റ്റമർ പറയും, അയ്യോ ഭാര്യ ഇവിടെ ഇല്ല, ഞാൻ ഭർത്താവിനോട് ചോദിക്കാതൊന്നും ചെയ്യില്ല, ബോസ് ഇല്ല, ജനറൽ മാനേജർ ഇല്ല. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സമയം വേസ്റ്റാണ്, നിങ്ങൾ പണിയെടുത്തത് മുഴുവൻ വേസ്റ്റാണ്. അത് വരാതിരിക്കണമെങ്കിൽ അയാളുടെ അടുത്ത് പൈസ ഉണ്ടായിരിക്കണം, അയാൾക്ക് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കർ അവിടെ അവൈലബിൾ ആയിരിക്കണം. ആൻഡ് ലാസ്റ്റ് നീഡ് ഉണ്ടായിരിക്കണം, അയാൾക്ക് ആവശ്യമുണ്ടായിരിക്കണം ആ പ്രോഡക്റ്റ്. ആവശ്യമില്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ എന്തൊക്കെ പറഞ്ഞ് വിൽക്കാൻ ശ്രമിച്ചാലും, എന്തെങ്കിലുമൊക്കെ തട്ടിപ്പോ നുണയോ പറഞ്ഞ് വിൽപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പോയതിനു ശേഷം ഈ പ്രോഡക്റ്റ് എനിക്ക് എന്തിനാണ് എന്ന തോന്നൽ അയാളിലുണ്ടാവും. ഈ പ്രോഡക്റ്റ് എനിക്ക് ശരിക്കും ആവശ്യമില്ലല്ലോ എന്നുള്ള തോന്നൽ വരും. ആ സമയത്ത് നിങ്ങളോട് അത്രയും നേരമുണ്ടായ മതിപ്പ് മുഴുവൻ പോകും. നിങ്ങൾ എന്നെ പറ്റിച്ചു എന്ന എനിക്ക് ഫീൽ ചെയ്യും ഇല്ലേ? നിങ്ങൾ എനിക്ക് ആവശ്യമില്ലാത്ത പ്രോഡക്റ്റാണ് വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ എന്നെ പറ്റിച്ചു എന്ന ഫീൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് പിന്നെ ആ കസ്റ്റമറുടെ ട്രസ്റ്റ് നഷ്ടപ്പെടും. ആ കസ്റ്റമറുടെ അടുത്തേക്ക് പിന്നീട് ഒരിക്കലും പോകാൻ പറ്റില്ല. ഒരിക്കൽ മാത്രമാണ് കസ്റ്റമറുടെ അടുത്ത് പോകുന്നവർ പലരും അത് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യാറില്ല. കാരണം ഞാനൊരു കസ്റ്റമറുടെ അടുത്ത്, ഞാൻ നല്ല സെയിൽസ്മാൻ, നന്നായിട്ട് ഞാൻ വിൽക്കും. നന്നായിട്ട് വിൽക്കേണ്ടത് എങ്ങനെയെന്ന് ലോകത്തിലെ ആയിരക്കണക്കിന് സെയിൽസ്മാൻമാരെ ഞാൻ പഠിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുവരുത്തും, ഞാൻ വിൽക്കുന്ന പ്രോഡക്റ്റ് അയാൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വിൽക്കുള്ളൂ. കാരണം അങ്ങനെ വിറ്റാൽ അയാൾ വീണ്ടും എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഒരിക്കലും വരില്ല. സോ നീഡ് ഉണ്ടായിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ 7, ഹാൻഡിൽ ഒബ്ജക്ഷൻ. പ്രോഡക്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നിടത്ത് കുഴപ്പമില്ല, പ്രോഡക്റ്റ് കാണിച്ചു കൊടുക്കുന്നിടത്ത് ഒന്നും കുഴപ്പമില്ല. പക്ഷെ പേയ്മെൻറ്റ് ചോദിക്കുന്നിടത്ത് കസ്റ്റമർക്ക് ഒരു ഉരുണ്ടുകളിയുണ്ട്. ഇപ്പോൾ വേണ്ട, ഇതെനിക്ക് വേണ്ട, ഇത് സംസാരിക്കണ്ട, എനിക്ക് താല്പര്യമില്ല, ഇതെനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉരുണ്ടുകളില്ല. അത് ഒബ്ജക്ഷനുകൾ. ഇപ്പോൾ വേണ്ട, എനിക്ക് താല്പര്യമില്ല, വില കൂടുതലാണ്. ഇങ്ങനെയുള്ള ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം. സാന്ദർഭികമായിട്ട് പറയുന്നത്, ഇങ്ങനെയുള്ള ഒബ്ജക്ഷൻ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയണമെങ്കിൽ കേരളത്തിൽ ഓഫ്ലൈനായിട്ടും, ഇനി അതല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളാണെങ്കിൽ ഓൺലൈനായിട്ടും സെയിൽസ് പഠിക്കാനുള്ള ഒത്തിരി കോഴ്സുകളുണ്ട്. ഞങ്ങളുടെ തന്നെ ബെഞ്ചാലി അക്കാഡമിയുടെ 2 ദിവസം നീണ്ടു നിൽക്കുന്ന സെയിൽസ് റീ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ബിസിനസ്സുകാർക്കും ബിസിനസ് ടീമിനും വേണ്ടിയിട്ട് കേരളത്തിലെ വിവിധ ഹോട്ടലുകളിൽ വെച്ച് ഓഫ്ലൈനായിട്ട് നടക്കുന്നുണ്ട്. അതേ കോഴ്സ് തന്നെ 43 ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ പ്രോഗ്രാമായിട്ട് ആപ്പ് വഴി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും പഠിക്കുന്നുണ്ട്. ഇതിനെ ഞങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ക്ലോസിങ് എങ്ങനെ പഠിക്കും, എങ്ങനെയാണ് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് മികച്ച സെയിൽസ്മാൻ ആവേണ്ടത്, എല്ലാം പഠിക്കുന്നുണ്ട്. സോ ആ ക്ലോസിങ് സ്കില്ല് നിങ്ങൾ പഠിച്ചിരിക്കണം. കസ്റ്റമർ ഓരോ ടൈമിലും പറയുന്ന ഒബ്ജക്ഷൻ മടിയായിരിക്കും, ചിലപ്പോൾ അലസതയായിരിക്കും, സംശയമായിരിക്കും, പ്രൈസ് കൂടുതലാണെന്നുള്ളതായിരിക്കും, ഈ പ്രോഡക്റ്റ് എനിക്ക് വേണ്ടെന്ന് പറയുന്നതായിരിക്കും, പിന്നെ വിളിക്കും എനിക്ക് താല്പര്യമില്ല, എൻ്റെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ് ഞാൻ ഓക്കെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും എങ്ങനെ കസ്റ്റമറെ നമുക്ക് ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് ആ കോഴ്സിലൂടെ പഠിക്കാം. അത് ഏറ്റവും അനിവാര്യമാണ്. പിന്നെയോ 8ാമത്തെ കാര്യമാണ് ഡെമോൺസ്ട്രേഷൻ സ്കിൽ. നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റേഷൻ കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് വാങ്ങാൻ തോന്നണം. ഇപ്പം എനിക്ക് വേണമെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഡയലോഗ് മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റേഷൻ സ്കില്ല്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ പ്രസൻറ്റേഷൻ സ്കില്ല് മോശമാണ്, അവർക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അറിയില്ല, ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യാൻ അറിയില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിനെ ഞങ്ങളെ ഏൽപ്പിക്കുക.
ഞങ്ങൾ നിങ്ങളുടെ ടീമിനെ കേരളത്തിലെ ലോകത്തിലെ നമ്പർ 1 സെയിൽസ് ടീമാക്കി മാറ്റും. കാരണം ഞങ്ങൾ മലയാളത്തിലെ ഏറ്റവും മികച്ച സെയിൽസ് അക്കാഡമിയാണ് ബെഞ്ചാലി അക്കാഡമി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ഒത്തിരി കമ്പനികളുടെ സെയിൽസ്മാൻമാരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിച്ചെടുത്ത് മികച്ച സെയിൽസ്മാൻമാരാക്കി ലാസ്റ്റിംഗ് റിസൾട്ട് നിലനിൽക്കുന്ന പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ആ ഡെമോൺസ്ട്രേഷൻ സ്കില്ല് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. അവർക്കില്ലെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ, നിങ്ങളുടെ സെയിൽസ്മാനാണ് നിങ്ങൾക്കില്ലെന്ന് തോന്നുമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. സൂപ്പർ പ്രൊഡക്ഷൻ സെയിൽസ്മാൻ ആക്കിയിട്ട്, പ്രസൻറ്റേഷൻ സെയിൽസ്മാൻ ആക്കിയിട്ട് ഞങ്ങൾ നിങ്ങളെ മാറ്റുക തന്നെ ചെയ്യും. ആൻഡ് 9ാമത്തതാണ് ക്ലോസ് സെയിൽസ്മാൻ. സെയിൽസ് ക്ലോസ് ചെയ്യണം. ഒരാളെ കാണാൻ പോയാൽ, ഒരാളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളുടെ അടുത്ത് പ്രോഡക്റ്റ് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തിട്ടേ പോരാവും, അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നിടത്തേ പോകാവൂ. സോ എന്നാൽ മാത്രമേ നമുക്കത് കിട്ടും. ക്ലോസ് ചെയ്യും വേണം, ഫോളോ അപ്പ് ചോദിക്കുകയും വേണം. ക്ലോസ് ചെയ്ത് ഫോളോ അപ്പ് ചോദിക്കുകയും വേണം. ഈ 9 സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽസിൽ, ബിസിനസ്സിൽ, പ്രൊഫഷണൽ ലൈഫിൽ വിജയിച്ചിരിക്കും, ഒരു സംശയമില്ല. സോ നിങ്ങളുടെ ടീമിനെ ഇതുപോലെ മികച്ച സെയിൽസ്മാൻമാരാക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഏറ്റവും സൂപ്പറായിട്ട് ഏത് കസ്റ്റമറെ കണ്ടു കഴിഞ്ഞാലും കസ്റ്റമറെ ക്ലോസ് ചെയ്ത് മികച്ച സെയിൽസ്മാൻമാരാക്കണം. എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാലും യെസ് ഐ ക്യാൻ ക്ലോസ് ദിസ് എന്ന് പറഞ്ഞ് ഒബ്ജക്ഷനുകൾക്ക് മറുപടി പറഞ്ഞ് കസ്റ്റമറെ കൊണ്ട് ഇപ്പം എടുപ്പിക്കുന്ന രീതിയിലുള്ള സെയിൽസ്മാൻമാരാക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സെൻഡ് ദം ടു അസ്. ഞങ്ങളിലേക്ക് വിടുക, അല്ലെങ്കിൽ ഞങ്ങളെ സർവീസ് ഹയർ ചെയ്യുക. ഞങ്ങൾക്ക് 1 ഡേ പ്രോഗ്രാം ഉണ്ട്, 3 മാസത്തെ പ്രൊജക്റ്റുകളുണ്ട്, 6 മാസം, 1 വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്തമായിട്ട് സെയിൽസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യത്യസ്തമായ പ്രൊജക്റ്റുകൾ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സെയിൽസ് ടീമിൻ്റെ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങളും പരിമിതികളും മനസ്സിലാക്കി ഗോൾ സെറ്റ് ചെയ്ത് ഒരു ട്രെയിനിങ് സീരീസിലൂടെ വരെ സൂപ്പർ സക്സസ്ഫുൾ സെയിൽസ്മാൻമാരാക്കി മാറ്റുന്ന പ്രോഗ്രാമാണ്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇനി നിങ്ങളൊരു ഓൺട്രപ്രണർ ആണെന്ന് വിചാരിക്കുക, ഒരു ബിസിനസ്സുകാരനാണ്, ഒരു വലിയ ബിസിനസ്സുകാരനാണ്, ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ബിസിനസ്സിനെ കുറിച്ച് ആഴത്തിൽ പഠിക്കണം. ഒരു ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ പഠിക്കാൻ, ബിസിനസ് എങ്ങനെ തുടങ്ങണം, എങ്ങനെ സ്കെയിൽ ചെയ്യണം, എങ്ങനെ മാർക്കറ്റ് ചെയ്യണം, എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ ടീമിനെ ബിൽഡ് ചെയ്യണം തുടങ്ങി ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് പഠിക്കാൻ വേണ്ടി ഓൺട്രപ്രണേഴ്സിന് വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണ് ചാണക്യ പ്രീമിയം ബിസിനസ് കോഴ്സ്. ചാണക്യ പ്രീമിയം ബിസിനസ് കോഴ്സ് എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8:30 വരെ നീണ്ടു നിൽക്കുന്ന എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിസിനസ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാമാണ്. ബിസിനസ് ചെയ്യാത്ത ഒരാൾക്കും ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മെൻറ്ററിങ്, കോച്ചിങ്, നിങ്ങളുടെ ബിസിനസ്സിന് 1 വർഷം ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് 100 ഇരട്ടി ഗ്രോത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള ഹൈ എഫക്റ്റീവ് ആയിട്ടുള്ള ബിസിനസ് പ്രോഗ്രാമാണ്. കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പർ നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പ് മെസ്സേജ് അയക്കാം. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി, ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് ആൻഡ് സക്സസ് കോച്ച്.